ഒരുപാട് തരം കത്തികളാണ്, എല്ലാ തരത്തിലുള്ളതുണ്ട്. അത് തന്നെ, ഞാൻ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമസ്കാരം. ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ? വള്ളിയൂർക്കാവൊക്കെ വരാറുണ്ട് അല്ലേ? വരാറില്ല അല്ലേ? എക്സിബിഷൻ അങ്ങനെ നിർത്തി പോയതാ? പോകുന്ന ആൾക്കാർക്ക് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്, വീട്ടിൽ അതല്ലേ? ആ ലാസ്റ്റ് കാണുന്നല്ലേ? പുറകില്ലല്ലേ? കാണാൻ പറ്റില്ല അത്? ഫുള്ള് പിച്ചളൊക്കെ ഇത് വന്നിട്ട് മെറ്റീരിയൽ കരമാണ് കേട്ടോ. അരത്തിലുള്ള അല്ലേ? കാളക്കൊമ്പിന്റെയാ? വേറെ മോഡൽ ഇത് അരത്തിന്റെ അല്ലേ? ഇതിനെന്ത് വില വരുന്നുണ്ട്? ഇതിനെന്ത് വില വരുന്നുണ്ട്? 1500. 1000-ന്റെ ഒന്നുമില്ല. 1000-ന്റെ കൊമ്പാണ്, കാളക്കൊമ്പ്. ഒരു കേടുപാടൊന്നും ഇല്ല. വർഷങ്ങളായിട്ട് ഉപയോഗിക്കാം. ഉപയോഗിക്കുമ്പോഴും കാളക്കൊമ്പ് ഷൈനിങ് ആയിക്കൊണ്ടിരിക്കും, നല്ല തിളക്കം കിട്ടും. ഇത് കാളക്കൊമ്പന്റെ അല്ലേ? കാളക്കൊമ്പില് അലക് ആരം. ഈ ആണി ചെറുതായിട്ട് ഒഴിയുന്നുണ്ടല്ലോ, അത് ശരിയാക്കി തരാം. നിങ്ങൾ എടുക്കുന്ന സമയത്ത് അതൊന്നും ഉണ്ടാവില്ല. അത് ശരിയാ, എല്ലാം ക്ലിയർ ആക്കിയിട്ടേ തരത്തുള്ളൂ. മടങ്ങി അത് തേയുമ്പോ അതിനെ ഉള്ളി ലേശം കാരണം മൊത്തം പ്രശ്നമല്ലേ എടുക്കാൻ. ഇങ്ങനെ പച്ചിരുമ്പല്ല, പച്ചിരുമ്പല്ല, ലീഫുകളല്ലേ? നമ്മളടുത്തുള്ളതിന് ലീഫിൽ ഏറ്റവും ചെറിയ വിട്ടെത്തിയതാണ്. ലീഫിൽ അടിച്ച് ഓയിൽ ടെമ്പറാണ്. ഓയിൽ ടെമ്പറിന്റെ ഗുണം എന്താ വെച്ചാ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇരുമ്പ് വരെ ഇങ്ങനെ മുറിച്ചെടുക്കാം. എന്നാലും ഒരു പൊട്ടിക്ക് അനക്കം വരില്ല. അതാണ് ഈ വർക്കിന്റെ ഗുണം. ആണോ? ഇത് അങ്ങനത്തെ ടൈപ്പായിരുന്നു. അത് ഏറ്റവും ടെമ്പർ കൂടി മെറ്റീരിയലാണ് ആരം. രോമം പിടിക്കും. രോമം പിടിക്കണം, വെയിലിന്റെ അത്ര മൂർച്ച ഉണ്ടാവണം, എന്നാലേ പിടിക്കത്തുള്ളൂ. ഇതൊന്ന് നന്നായി തേച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. ഇത് നമ്മൾ സ്വന്തം തേക്കണം, തേക്കുക. വേറെ ഒന്നും കൊടുക്കണ്ട. ചാണകോ ഗ്രൈൻഡിങ്ങിനോ അങ്ങനെയൊന്നും കൊടുക്കാതിരിക്കുക. പുറമെ കാച്ചിക്കാനൊന്നും ചെറിയ പലചട കഷ്ണം പാറപ്പൊടിയോ മണലിന്റെ പൊടിയോ അതുകൊണ്ട് ഇട്ടുക, തേക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഷാർപ്പ് സ്റ്റോൺ ആരോ ഉണ്ടോ അത് തേക്കുക. അല്ലെങ്കിൽ ഈ സാൻഡ് പേപ്പർ അല്ലേ, കല്ലുപൊടിയോ പാറപ്പൊടിയോ മണലിന്റെ പൊടിയോ. കല്ലുപൊടിക്കാൾ നല്ലത് നമ്മൾ ഈ സാൻഡ് പേപ്പർ ഉണ്ട്, അതാണ് ഏറ്റവും ബെസ്റ്റ്. അതാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. നമ്മുടെ അതിന്റെ ഒരു കല്ലില്ലേ, ഒരു കറുത്ത കല്ല്, ഷാർപ്പ് സ്റ്റോൺ. ഈ സ്റ്റോൺ അത് വെച്ചിട്ട് ചെയ്യാം അല്ലേ? ഈ സ്റ്റോൺ വെച്ചിട്ട് ചെയ്യാം. ഇതാകുമ്പോ രണ്ട് സൈഡ് ഉണ്ടാവും, ഒന്ന് സോഫ്റ്റ് ഒന്ന് റഫും. ആദ്യം റഫ് ചെയ്യാം, പിന്നെ ഉപയോഗിക്കുമ്പോ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മാത്രം മുക്കിയെടുക്കാം. വെള്ളത്തിൽ മുക്കിയിട്ട് അപ്പൊ കുറെ കാലം ലൈഫ് ഉണ്ടാവും. ഈ കല്ല് പറയുമ്പോ പണ്ട് നമ്മളെ ബാർബർ ഷോപ്പിലൊക്കെ മാരാകത്തി ഉണ്ടാക്കണ ഇതുപോലെ അരത്തിന്റെ ആണല്ലേ? അത് ഇത് മോഡലല്ലേ? ആ കത്തി എടുക്കുമോ നമ്മുടെ ഈ ഭാഗത്തുനിന്ന്? രുദ്രാക്ഷോ? രുദ്രാക്ഷത്തിന്റെ അതിനകത്ത് എന്ത് വില വരുന്നത്? രുദ്രാക്ഷവും പിന്നെ ആ ടൈപ്പും രുദ്രാക്ഷത്തിനൊന്ന് ഇത് മറ്റേതാണല്ലേ?
രുദ്രാക്ഷം. ഇതൊക്കെ ഇത് അരത്തിന്റെയാ? അതാരാ അരത്തിന്റെയാ? ഇതൊക്കെ പുരാവസ്ഥയെ മാറിക്കൊണ്ടിരിക്കുന്നത്. ആ ഇതൊന്നും കിട്ടാനില്ല അല്ലേ? ഞാൻ പണ്ട് വള്ളിയൂർക്കാവുന്നൊരു മടക്ക് കത്തി ഇതേപോലെ അച്ഛന് മേടിച്ചു കൊടുത്തു. അത് 500 രൂപ അന്ന് അവിടെ. അപ്പൊ ഞാന് മേടിച്ചു കൊടുത്തു. അച്ഛൻ എന്നിട്ട് ആരൊക്കെ വെച്ച് അന്ന് ഇത്ര ഫിനിഷിങ് ഉണ്ടായിരുന്നില്ല. പിന്നെ അച്ഛൻ ചെയ്തപ്പോ ഇതിനേക്കാൾ ഭയങ്കര തിളക്കും ഫിനിഷിങ്ങും ഒക്കെ ചെയ്ത് അച്ഛൻ റെഡിയാക്കി. പാലക്കാട്ട് ആ അത്ര അപ്പൊ എന്നിട്ട് പക്ഷെ എന്തറിയോ അത് അരയിന്ന് വീണുപോയി. അതിന് അരയിൽ വെച്ച് നടക്കുന്ന ഒരു ഇതായിരുന്നു. അത് അവർക്ക് കയ്യിലങ്ങനെ വെച്ച് നടക്കുന്ന ഒരു ഇതുള്ളതുകൊണ്ട് അങ്ങനെ വെച്ച്. ഇതൊക്കെ എത്ര രൂപ വരുന്ന? ആണോ? 1000-നൊക്കെ പിടിച്ചൂടെ? എനിക്കൊന്ന് എടുക്കണം. രുദ്രാക്ഷം കണ്ടില്ലേ? അതെ അത് സെന്റർ മുറിച്ചിട്ടാണ് അത് രുദ്രാക്ഷം പറയുന്നത് അത്ര ഉണ്ടാവുള്ളൂ. അറുത്തെടുത്ത് ചെയ്യുമ്പോ ഒക്കെ കൈപ്പണിയാണ്. മെനക്കെട്ട് ചെയ്ത് വർക്ക്. അത് 3500. നല്ല വിലയാണ്. അല്ല അത് എനിക്ക് വില പല ഇത്രയും പണിയുണ്ടല്ലോ. അതെ അതെ ഇത്രയും ഫിനിഷിംഗ് ആക്കി എടുക്കണല്ലോ. ഉണ്ടാക്കുന്ന വിലയും അതിന് മുടക്കുമ്പോൾ മാത്രം പറയുള്ളൂ. അതെ അതെ ഈ കത്തികളില്ല, ആരത്തിന്റെ കത്തികൾ ആമസോണ് ഫ്ലിപ്കാർട്ടിലുണ്ട്. ഞങ്ങളെ ഈ പ്രോഡക്റ്റ് ഉണ്ട് ഇവിടെ. ഞങ്ങൾ ഈ കത്തിക്ക് 220-നാണ് ഇവിടെ കൊടുക്കുന്നത്. ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്താൽ അറിയും. സ്വാമിക രാമേന്ദ്രൻ കത്തിയാന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലിപ്കാർട്ടിൽ ഇതിലൊക്കെ കിട്ടുന്നുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ ഈ കത്തിക്ക് 499, 5 രൂപയ്ക്ക് 1 രൂപ, 500 രൂപയ്ക്ക് 1 രൂപ കുറവ്. അവിടെ ഏജന്റ് കമ്മീഷൻ, ഡെലിവറി ചാർജ്, ചാർജ് അങ്ങനെയൊക്കെ കൂടിയിട്ട് 50 രൂപ വരും. ഇത് എന്ത് പറ്റിയില്ല ആരാധന? ഇതിനെന്ത് വില വരുന്നത്? 220. നമ്മുടെ കറിക്കത്തിയായിട്ട് ഉപയോഗിക്കാം. എത്ര കാലം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് വളച്ച പൊട്ട് ചെയ്യാ? പൊട്ടോ? ഈ അരം ഇങ്ങനെ പിടിച്ച് തല്ലിക്കഴിഞ്ഞാൽ പൊട്ടും. ആ അരത്തിന് നിങ്ങൾ കാച്ചി പഴുപ്പിച്ച് ആ പരുവത്തിലാക്കി കൊണ്ടുവരികയാണ്. അപ്പൊ പൊട്ടാനുള്ള ചാൻസ്. അതിൽ കൂടുതൽ ടെമ്പർ വെച്ച് കഴിഞ്ഞാൽ പൊട്ടും. 100% കൂടുതൽ ടെമ്പറേച്ചർ പൊട്ടും. ആ പരുവം കൃത്യമായിട്ടും പോടാ. നമ്മളെ ചെത്ത് കത്തിയാക്കില്ല, ചെത്താനൊക്കെ കൊണ്ടുപോകും. ജപ്പാനീസ് മോഡൽ. ഓ എന്റെ മക്കളെ, ജാപ്പനീസിൽ കുറച്ച് ചിത്രപ്പണി ഉണ്ടാവും. അത് കുറച്ച് ഈ ഭാഗത്ത് ആ ഭാഗത്ത് ഉണ്ടായിരുന്നു, ഫുൾ ഉണ്ടായിരുന്നു, കഴിഞ്ഞു പോയതാണ്. ആണല്ലേ? ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കഴിഞ്ഞു പോയതാണ്. അതിന്റെ ക്വാളിറ്റി പിന്നെ അതിന്റെ പണി അല്ലേ? ഈ കത്തി വന്നിട്ട് കൊമ്പിനൊക്കെ ഉള്ളിൽ കൂടെ തുളച്ചാക്കിയിട്ടാണ് നമ്മൾ സാധനത്ര ഉണ്ടാവുള്ളൂ. അതെ അതെ, ഒറ്റ കൊമ്പ അല്ലേ? കത്തികളുടെ ഒരു സമാഹാരം അനുസരിച്ചിട്ട് ചെയ്യുന്നുള്ളൂ. മലപ്പുറം കത്തി പറയുമ്പോ ശരിക്കും ആ ഭാഗത്ത് ഉണ്ടാക്കുന്നുണ്ടോ? അവിടെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അതിപ്പോ കുറച്ച് അപൂർവ ആൾക്കാരേ ഉള്ളൂ. എവിടെയെന്ന് നമുക്ക് പക്ഷേ ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ പണ്ടത്തെ സാധനം കിട്ടില്ല സാറേ. ആ മെറ്റീരിയൽസ് കിട്ടുന്ന അതിന്റെ മലപ്പുറം കത്തി എന്നുള്ള ഒരു പേരിൽ ആ രൂപത്തിൽ ഉണ്ടാക്കി തരും. അതിന്റെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ഇത് കിട്ടില്ല. അവര് അത്ര ഫിനിഷിംഗ് ചിലപ്പോൾ അതിന്റെ 25 കൊല്ലം മുമ്പ് ഞാൻ മറ്റേ മലപ്പുറത്ത് കളിയാട്ടും കവർ ഉത്സവ കച്ചവടം. അതേതാ ശരിക്കും വണ്ടൂര് ചെമ്മാട് പോകണം ഈ കളിയാട്ടിന്റെ പേര് കേട്ട ഉത്സവം. ഒരു ദിവസം രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കച്ചവടമുള്ളൂ. അപ്പൊ അവിടെ ഞങ്ങൾ പണ്ട് കച്ചവടത്തിൽ പോയപ്പോ ഞങ്ങളുടെ തൊട്ടന്നെ നിങ്ങൾ അന്നൊക്കെ ഒരു തട്ടുകെട്ടായിട്ട് വെക്കാം. ഞങ്ങൾ തൊട്ടന്നെ ഒരു വ്യക്തി ഒരു ഷീറ്റ് വെച്ചിട്ട് നിങ്ങൾ പച്ചക്കറി കൂട്ടില്ല, പച്ചക്കറി കൊട്ടി വെക്കില്ല. അതേപോലെ മലപ്പുറം കത്തി കൊട്ടി വെച്ചിരിക്കും. ആ എനിക്ക് അത്ഭുതമായി. അന്നൊക്കെ 2000, 2500, 3000 രൂപ കഴിയും അന്ന്. ആ പച്ചക്കറി കൂട്ടുപോലെ അങ്ങനെ കൂട്ടി ചെറുത് വലുതായിട്ട് പച്ചക്കറി ഞങ്ങളന്ന് 1-2 സാമ്പിൾ വാങ്ങിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അത്രയും വിലയുണ്ട്.
എന്തായാലും ഭയങ്കര സംഭവമായി പോയി. ഇന്നിപ്പോ ആ കത്തി എവിടെയൊന്നും നമുക്കെന്നറിയില്ല. അറിയില്ല അത് ആ ഒരു മോഡൽ കത്തി അല്ലേ? ഇത് ഞാൻ യൂട്യൂബിലൊന്നും യൂട്യൂബിലൊക്കെ നോക്കി അതിന്റെ കസ്റ്റമർ ആകൃതി ഫോട്ടോ കൊടുത്തിട്ട് അയച്ചു തരുന്നത് ഇതുപോലെ ചെയ്യാൻ പറ്റുമോ, നമ്മളെ കൊണ്ട് പറ്റുന്നതാണ് ഈ ചെയ്ത് കൊടുക്കും. വെയിറ്റ് അല്ലാത്ത ഇത് ശരിക്കും മരം മുറിക്കാൻ പറ്റുന്ന ടൈപ്പ് അല്ല. ചോപ്പറാണ് ചോപ്പർ നമുക്കല്ല, നമ്മൾ കൈക്കൊരു ഇതായിട്ട് ചെറുതായിട്ട് വെക്കാം. സ്റ്റേലും കാര്യം പിന്നെ നമ്മളെ മീറ്റ് ചോപ്പ് ചെയ്യാനൊക്കെ ഒരു മോഡൽ. സാറേ മരം മുറിക്കുന്നതാ, ഇതാണ് വെട്ടുകത്തി അല്ല? കൈ പിടിച്ചത്. അതെ അവിടെ വെട്ടുകാരി ഇത് വേറെ ലീഫ് അങ്ങനെ തന്നെ എടുത്ത് വെച്ചിരിക്കാണ് നിങ്ങള്. അതാണ് വെട്ടുകാർക്കുള്ള കത്തി. ഇതൊക്കെ ഇത് പിടിക്കണമെങ്കിൽ തന്നെ ഇത് പിടിക്കണ മുറുക്ക് പിടിച്ചിട്ടോ വീട് താഴെ പോകും. ഇത് എത്ര കിലോ ഉണ്ട്? ഇത് 1.25 രണ്ട് താഴെ. രണ്ടിന്റെ താഴെ. ഇപ്പൊ പറ, ഇപ്പൊ പറ. തൂക്കം നോക്കാം അല്ലേ? നിങ്ങൾ കവാത്ത് കത്തി എന്ന് പറയുന്ന സാധനമല്ലേ എസ്റ്റേറ്റിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല അല്ലേ? ഇതാണ് ഒറിജിനൽ കവാത്ത് കത്തി അല്ലേ? ഇത് വീട്ടിലുണ്ട്, അവനൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ കത്തികൾ വീട്ടിലൊരു 5-6 ഇഷ്ടം പോലെ ഉണ്ട്. ഇത് അച്ഛൻ പറയും ചിരട്ട ഇങ്ങനെ അത് അതിൽ പിടിക്കണം എന്ന് പറയാം. അച്ഛൻ അതിനെ പറ്റി എല്ലാം നല്ല വിവരമുണ്ട്. നിങ്ങളത് ഇത് പണി ചെയ്തിട്ടില്ലാന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് അച്ഛന് കറക്റ്റായിട്ട് അറിയാം. ഓരോ എന്തൊക്കെ ചെയ്യും, അത് എങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യും ഉണ്ടാക്കും എന്നൊക്കെ അറിയാം. അതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരലുണ്ട് എനിക്ക്. അവിടുത്തെ ആ മോഡലാണ് എല്ലാ ഭാഗത്തും ഏറ്റവും സെറ്റ് അവരുടെ പണിക്ക്. നമ്മളെല്ലാം ചെയ്യും. അവര് എല്ലാ പണിക്കും ഈ കത്തിയാ ഉപയോഗിക്കുക. ഇങ്ങനെ വലിയ കത്തിയാ ഉപയോഗിക്കുക. ചിക്കനും അതും ഇത് മരം വെട്ടാനും അങ്ങനെ എല്ലാ പണിക്കും. ശരിക്കും പാലക്കാട് കത്തി ഒരു ആ സാധനം എന്റെ കൈ മുറിച്ചിട്ടുണ്ട് ഇത് അവിടെ. അതന്നെ ആ സാധനം. അത് ഭയങ്കര വെയിറ്റ് ആണല്ലോ. ഞാൻ ചെറുപ്പത്തില് ഇങ്ങനെ മുറിച്ചപ്പോ ഈ ചെറിയൊരു സാധനം നമ്മുടെ ഈ മീൻ പിടിക്കാനൊക്കെ ഇടുന്ന ഒരു ഉണ്ട മുള്ളില്ലേ, ചൂണ്ടിക്കിടാന്, ആ മുള്ളിന്റെ ഇതിന് വേണ്ടിട്ട് വെട്ടി അത് അവിടെ കെട്ടി ഞാൻ അങ്ങനെ പിടിച്ചു. ഇത് പൊന്തിയിട്ട് പിന്നെ എന്റെ കൈക്ക് തന്നെ സ്വന്തം വന്നു തിരിച്ചടിച്ചു. ഇത് അവിടെ മുറിഞ്ഞു. പിന്നെ അപ്പൊ തന്നെ ഈ തേങ്ങച്ചോറും പിന്നെ ഈ മുറിവൊട്ടി എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് വേഗം ഒട്ടിച്ചു. അതേ ഒട്ടിപ്പോയി ഇവിടെ കണ്ടോ. വേറെ ഒരു മരുന്ന് വെച്ചിട്ടില്ല. ഇവിടുന്ന് ഇങ്ങനെ കഷ്ണം ചെത്തിപ്പോയി. അത്രയും വെയിറ്റ് ആയതുകൊണ്ട് ഇതൊക്കെ ശരിക്കും ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ചെത്താൻ പറ്റുന്ന ടൈപ്പ് അല്ലേ? അതാണ് മീൻ ഇറച്ചിയൊക്കെ മുറിക്കാൻ പറ്റിയ കത്തി, സ്ലൈസിങ് കത്തി. മീനൊക്കെ വലിയ മീനുകളൊക്കെ മുറിക്കാൻ പറ്റുമല്ലേ? കൂടുതലും മീൻ കടകളിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലേ? അങ്ങനത്തെ കത്തി കാണാം, ഇതുപോലത്തെ കാണാം. പിന്നെ ഇതുപോലത്തെ ചിദംബരം കളയാനും കോഴി ഇറക്കാനും അതിനൊക്കെ ഉപയോഗിക്കുന്നത് ബ്ലേഡ് ആണ്. ഭാഷ ബ്ലേഡില്ല, ആ കൂർത്തിട്ടുള്ള ഒരു ടൈപ്പ് ഇല്ലേ മറ്റേ ഇറച്ചിക്കാരൊക്കെ ഇങ്ങനെ എല്ലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇറച്ചി എടുക്കുന്ന ടൈപ്പ് അതിതാ. ഇതാരം തന്നെയാണല്ലേ? ഭയങ്കര സാധനമാണ്.